നമസ്കാരം, ഞാൻ മനു. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ലൊരു കിഡിലൻ വണ്ടിയാണ്. അത്യാവശ്യം നല്ല എൻക്വയറിയുള്ള ഒരു ടൊയോട്ടയുടെ ക്രിസ്റ്റ എന്ന് പറയുന്ന മോഡലാണ്. അതും 2.8 സെറ്റ് ഓട്ടോമാറ്റിക് ആണ്. വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് ഡൽഹിയിലാണ്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് വണ്ടി എവിടെ കിടക്കുന്നതൊക്കെ. നമ്മളിവിടെ ഡൽഹിയിലുള്ള വണ്ടികൾ മാത്രമാണ് ചെയ്യാറുള്ളത്. അപ്പോൾ വണ്ടിയുടെ ലൊക്കേഷൻ ഡൽഹി തന്നെ ആയിരിക്കും. ഡൽഹി പ്രൈസാണ് പറയുന്നത്. ഇപ്പോൾ കുറേ ആളുകൾ നമ്മളെ വീഡിയോ ഒക്കെ പുതിയതായിട്ട് കാണുന്നവർക്ക് പലവിധ സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ പണ്ട് മുതലേ കാണുന്ന ആളുകൾക്കൊന്നും അങ്ങനെ സംശയങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം. അപ്പോൾ ഈ ഒരു വാഹനം എന്ന് പറയുന്നത് ഡൽഹിയിലത്തെ പ്രൈസ് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതായത് NOC എടുത്തിരുന്ന റേറ്റ്. നമ്മൾ NOC വെച്ചിട്ട് നാട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ വേണ്ട ടാക്സ് കാര്യങ്ങളൊക്കെ അടച്ചിട്ട് രജിസ്ട്രേഷന് ആവശ്യമായ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് 2016 മാനുഫാക്ചറിങ് അതുപോലെ തന്നെ 17 രജിസ്ട്രേഷനിലുമുള്ള ഒരു 2.8 സെറ്റ് ക്രിസ്റ്റയാണ്. നല്ലൊരു അടിപൊളി വണ്ടിയാട്ടത്. ഈ വണ്ടി മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് വേറെ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ലൊരു ബോഡി ക്വാളിറ്റി ഉണ്ട്. ഞാനേതായാലും ഇന്നത്തെ വീഡിയോക്കകത്ത് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസാണ് നിങ്ങളുമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സൈഡൊക്കെ നോക്കുന്ന ഇന്നിപ്പോൾ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ചെറിയ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്തേക്കണം. കണ്ടോ, നല്ലൊരു ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോക്കകത്ത് പറഞ്ഞുതരാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എക്സ്റ്റീരിയർ തുടങ്ങാം. ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം. നല്ല അടിപൊളി എന്താ പറയുക എക്സ്റ്റീരിയറാണ്. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വേറെ വർക്കോ ഓൾറെഡി ഇപ്പോൾ കുറച്ച് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വേറെ അങ്ങനത്തെ വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനില്ല കേട്ടോ. ടയർ നമുക്കൊരു 60-70% ടയർ പറയാം. ഫ്രണ്ട് ലെഫ്റ്റ് സൈഡ് ഇത് ഒറിജിനൽ സെറ്റിൻ്റെ അലോയ് കേട്ടോ. 17 ഇഞ്ചിൻ്റെ. ഇപ്പം സെറ്റിനകത്ത് 2 ടൈപ്പിലെ അലോയ് വരുന്നുണ്ട്. അപ്പോൾ ഇത് 17 ഇഞ്ചിൽ വരുന്ന ഇതിന് കുറച്ച് ഇതളുകൾ കൂടുതലുണ്ടാവും. ആ ടൈപ്പ് അലോയ് ആണ്. അപ്പോൾ ഈ ഒരു സെറ്റിന് മറ്റേ അലോയ് വരുന്നതിന് കുറച്ചൊരു വിലയും കുറവായിരുന്നു. ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്ഡ് ആണ്. പക്ഷേ മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളും അത് ഞാൻ ബോണറ്റ് കാര്യങ്ങളൊക്കെ തുറന്നിട്ട് കാണിച്ചു തരാം. വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പില്ലറിൻ്റെ മുകളിൽ വർക്ക് കാര്യങ്ങളൊന്നും എടുത്തിട്ടൊന്നുമില്ല. BG ഒറിജിനൽ ഗ്ലാസ്സാണ്. ഇതും ഒറിജിനൽ ഗ്ലാസ്സാണ്. ഈ 2 ഡോറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും കണ്ടോ, വേറെ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒറിജിനൽ ഡോറ് തന്നെയാണ്. ഈ സൈഡിൽ നിന്ന് ഇൻറ്റീരിയറിലേക്ക് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ഇതാണ്. ഓട്ടോമാറ്റിക് കേട്ടോ. 2.8 സെറ്റ് ഓട്ടോമാറ്റിക് ആണ്. കമ്പനി സ്റ്റീരിയോ അതുപോലെ തന്നെ നിങ്ങൾക്കറിയാലോ സെറ്റിനകത്ത് വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരും. നല്ലൊരു സീറ്റ് കവറാണ്. സീറ്റ് കവർ മീൻസ് സ്റ്റോക്കായിട്ട് വരുന്ന ഒരു കവറാണിത്. ഈ ഗ്ലാസ് ഇതെല്ലാം ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ്. ഇതും ഒറിജിനൽ ഡോറാണ്. ഇതെനിക്കൊന്ന് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു സിൽ പ്ലേറ്റ് അതൊന്ന് ഫെയ്ഡായിട്ടുണ്ട്. 7 സീറ്ററാണ് വരുന്നത്. നല്ല ക്വാളിറ്റിയിലുള്ള ഇൻറ്റീരിയറുമാണ് വണ്ടിക്കുള്ളത്. ഈ ഒരു ടയർ നോക്കുകയാണെങ്കിൽ ഇതും ഒരു ഓൾമോസ്റ്റ് 70% ടയർ കണ്ടീഷൻ ഉണ്ട്. ഒറിജിനൽ ഗ്ലാസ്സാണ്. BG ആണ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും മേജറായിട്ടുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ബോഡി വൈസ് ആണെങ്കിലും നമ്മളൊരു ടച്ചപ്പിൻ്റെയോ കാര്യത്തിൻ്റെ ഒന്നും ഒരു ആവശ്യം പോലും ഇല്ല. നല്ല ഫിനിഷിങ്ങിലുള്ള വണ്ടിയാണ്. ഈ ഡിക്കി ഡോർ ആണെങ്കിലും ഒറിജിനൽ ഡോർ തന്നെയാണ്. കമ്പനി പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുറകിലൊക്കെ നോക്കുന്നത് ഈ ഒരു ഭാഗങ്ങളിലൊക്കെ എന്തെങ്കിലും തട്ടാലോ മുട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഈ പേസ്റ്റിങ് അതുപോലെ തന്നെ ഈ പഞ്ചിങ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്നും വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. പഞ്ചിങ്ങൊക്കെ അതുപോലെ തന്നെയുണ്ട്. ഇതൊക്കെ ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കാനുള്ള വഴികളുണ്ട്. അപ്പോൾ വീഡിയോയ്ക്കകത്ത് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ഇവിടെയുള്ള ഈ പഞ്ചിങ് മാർക്കൊക്കെ അവിടെ തന്നെയുണ്ട്. അപ്പോൾ പുറകിൽ തട്ടൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെയൊക്കെ വർക്ക് എടുത്തതിൻ്റെ ആ ഒരു ഇതുണ്ടാവും. അപ്പോൾ നിലവിൽ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളേതായ രീതിയിലൊന്ന് വൃത്തി കാര്യങ്ങളൊക്കെ ആക്കാനുണ്ടാകും. ഈ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പോക്കേണ്ടി വരും. ഇനി നമുക്ക് ഈ ഒരു സൈഡിലേക്ക് പോയി നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ടയർ ഒരു 70% അടുത്ത് ഈ ഒരു ടയറും ഉണ്ട്. അപ്പോൾ ഈ ഒരു ബോഡി ക്വാളിറ്റി ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ് നമുക്ക് നോക്കാം. BG ആണ്. BG. അപ്പോൾ ഫ്രണ്ട് ഗ്ലാസ് ഒഴികെ വേറെ പാർട്സോ കാര്യങ്ങളോ ഒന്നും മാറിയിട്ടില്ല. ഒറിജിനൽ ഡോറാണ്. ഇൻറ്റീരിയറോ
ടയറൊക്കെ സെറ്റാവുന്ന സമയത്താണ് ഈ ഒരു സംഭവങ്ങളൊക്കെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ട്രേ കാര്യങ്ങളൊക്കെ വരുന്നത് സെറ്റിനകത്ത് മാത്രമാണ്. ദിസ് ഡോർ ഓൾസോ ഒറിജിനൽ. സെറ്റിലാകുമ്പോൾ ഇവിടെ സ്റ്റിയറിംഗ് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരും. സീറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചുളിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എപ്പോഴും ഇവിടെ ലോഡ് വരുന്ന ഇതായതുകൊണ്ടാണ്. 1,45,000 ഓടിയിട്ടുള്ളത് കേട്ടോ. അത് സ്റ്റിയറിംഗ് ഒന്നും അങ്ങനെ ഫെയ്ഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ബട്ടൺസ് കാര്യങ്ങളൊക്കെ നല്ല ഫിനിഷിങ് തന്നെയാണുള്ളത്. ഇതാണ് ഇതിൻ്റെ കീ വരുന്നത്. ഇതിൻ്റെ സ്പെയർ കീ കാര്യങ്ങളും അവൈലബിൾ ആണ് കേട്ടോ. സ്വിച്ചിനൊന്നും ഫെയ്ഡ് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ബോണറ്റ് കൂടി തുറന്ന് നോക്കണം. എന്നാലേ നമുക്ക് ബോണറ്റിൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ഒരു ടയർ ഇതും ഒരു 70%. അപ്പോൾ എല്ലാ ടയറും ഒരു 70%ഓളമാണ് നമുക്ക് ഈ ഒരു വാഹനത്തിനകത്തുള്ളത്. അതുപോലെ തന്നെ നമ്മൾ നോക്കിയ സമയത്ത് എൻജിൻ റൂമിലേക്ക് നമ്മൾ നോക്കാൻ പോകുന്നുള്ളൂ. ബാക്കി ബോഡി വൈസ് മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ടച്ചപ്പ് ബമ്പറിൻ്റെ മുകളിലൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും ബോഡിയുടെ മുകളിൽ വേറെ മേജറായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ സെറ്റ് 2.8 സെറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. ഇതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ടുള്ളതാണ്. ഫുൾ കമ്പനി സർവീസാണ്. ലാസ്റ്റ് സർവീസ് ചെയ്തിട്ടുള്ളത് 1,42 സംതിങ്ങിലാണ്. ഏപ്രിൽ മാസത്തിലാണ് ലാസ്റ്റ് സർവീസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ എൻജിൻ റൂം കാര്യങ്ങൾ നോക്കണം. അതിന് മുന്നേ ആയിട്ട് നമ്മളിതിൻ്റെ ഹുഡ് ബോണറ്റ് ഒറിജിനൽ ബോണറ്റാണ് വരുന്നത്. യെസ്, സപ്പോർട്ട് കാര്യങ്ങളൊന്നും യാതൊരു ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു പഞ്ചിങ് മാർക്കൊക്കെ അതുപോലെ തന്നെയുണ്ട്. വേറെ വർക്ക് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ഇതിനകത്ത് നോക്കുന്നത് ക്രോസ് സപ്പോർട്ട്. യെസ്, അതിൻ്റെ മുകളിലും വർക്ക് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഡസ്റ്റ് ഉണ്ട്. അത് പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പലപ്പോഴും പറയാറുണ്ട്, ഡൽഹിയിലുള്ള ഒരു എൻജിൻ റൂം ഒന്നും വാഷ് ചെയ്യാറില്ല. ശരിക്കും എൻജിൻ റൂം വെള്ളം അടിച്ച് കഴുകാനേ പാടില്ലെന്നാണ്, സെൻസർ കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട്. അപ്പോൾ ഏതായാലും ഉൾഭാഗത്തേക്ക് നോക്കിയ സമയത്ത് വേറെ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ. ഇവിടെ ഒന്നും യാതൊരു ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. റെസ്റ്റിൻ്റെ കാര്യങ്ങളും ഇല്ല. ആപ്രോൺ വൈസിലും പ്രശ്നങ്ങളില്ല. അപ്പോൾ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് നോക്കിയിരുന്നു. ആപ്രോൺ വൈസിലും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു 2.8 സെറ്റ് ക്രിസ്റ്റ തന്നെയാണ് ഈ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2016 മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ 17 രജിസ്ട്രേഷനിലുമുള്ള 1,45,000 ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിലുള്ള 2.8 സെറ്റിലുള്ള ഓട്ടോമാറ്റിക് ക്രിസ്റ്റയാണ് ഈ കിടക്കുന്നത്. മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ലൊരു ക്ലീൻ പീസ് വണ്ടിയാണ്. അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ എല്ലാ ടയറും മോർ ദാൻ ഒരു 70% എടുത്ത് ടയേഴ്സ് പറയാൻ പറ്റും. സ്റ്റെപ്പിനി ഉണ്ട് കേട്ടോ. നല്ല സ്റ്റെപ്പിനി കാര്യങ്ങളാണ് കിടക്കുന്നത്. അപ്പോൾ ബോഡി ക്വാളിറ്റിയൊക്കെ ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് മുക്കും മൂലയൊക്കെ അരിച്ചു പെറുക്കി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ എടുക്കാൻ നല്ലൊരു ചോയ്സ് ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്. പിന്നെ ത്രൂ ഔട്ട് കമ്പനി സർവീസാണ്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ വാലിഡ് ആണ്. എനിക്ക് തോന്നുന്നത് ജനുവരി വരെ എന്തോ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ വില എന്ന് പറയുന്നത് 14,15,000 രൂപയാണ്. 14,15,000 അപ്പോൾ ഇവിടെ ഈ ഓണർക്ക് കിട്ടേണ്ട ഒരു വിലയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഓൾമോസ്റ്റ് ഒരു ഫൈനൽ റേറ്റ് ആണ്. അപ്പോൾ നമ്മൾ മാക്സിമം ഫൈനൽ റേറ്റ് ആക്കിയിട്ട് സംസാരിച്ചിട്ടാണ് വീഡിയോ ആക്കിയിട്ട് എടുക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 14-15 എന്ന ഒരു വിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി അതിനകത്ത് എന്തെങ്കിലും കുറയാന്നുള്ള കാര്യം ഇനി നമ്മൾ അഡ്വാൻസ് കൊടുക്കുന്ന സമയത്ത് നമുക്കൊന്നുകൂടി സംസാരിച്ച് നോക്കാമെന്നുള്ള ഓപ്ഷൻ മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ. ഇപ്പോൾ ഡൽഹി രജിസ്ട്രേഷനുള്ള 2.8 സെറ്റ് ക്രിസ്റ്റ ഓട്ടോമാറ്റിക് വാഹനം വാങ്ങാൻ ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഏതായാലും ഇതിൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോയുടെ ലിങ്കും ഞാൻ ഏതായാലും ഗ്രൂപ്പിനകത്തേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും പുതിയൊരു വീഡിയോയുമായിട്ട് ഇതിൻ്റെ ഒരു ഫോർച്യൂണർ കാണിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ വീഡിയോ എടുക്കും. അല്ലെങ്കിൽ നാളെ വീഡിയോ എടുത്തിട്ട് ഞാൻ ഏതായാലും യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് 2014 വണ്ടിയാണ്. 14 വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. വൈറ്റ് കളറുള്ള വണ്ടി കേട്ടോ ഒരു ഫോർച്യൂണർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നല്ലൊരു റേറ്റിൽ തന്നെ നമുക്ക് ഏതായാലും എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വണ്ടി ക്രിസ്റ്റ ആണെങ്കിലും സെറ്റ് ഓട്ടോമാറ്റിക്കിന് നമ്മുടെ നാട്ടിൽ അത്യാവശ്യം നല്ലൊരു ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. വൈറ്റ് കളറാണ്. നമുക്ക് ഏതായാലും പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ ഇറ്റ്സ് മീ മനു. ബൈ.